എഗ് ഫ്രീസിങ്, ഇപ്പം പ്രിയങ്ക ചോപ്രയുടെ ഒരു എഗ് ഫ്രീസിങ് കഴിഞ്ഞാൽ അത് ഇത്രയും പോപ്പുലറായിട്ട് ആളുകൾ അതിനെക്കുറിച്ച് കേട്ട് തുടങ്ങിയത്. അപ്പം എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലാണ് ഏറ്റവും നല്ലത് ചെയ്യാനായിട്ട്? ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ലെസ് ദാൻ 35 years, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 35 years കഴിഞ്ഞിട്ട് പ്രഗ്നൻസി വേണം, ഇപ്പോൾ വേണ്ട, എനിക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഓക്കെ, ഫിനാൻഷ്യലി ഐ എം നോട്ട് റെഡി ഫോർ ദിസ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ലെസ് ദാൻ 35 years. ഓക്കെ, 35 years കഴിഞ്ഞിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറയാൻ തുടങ്ങും. ലോ AMH അങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് 35 years കഴിയുമ്പോൾ ചാൻസസ് ഉണ്ട്. അപ്പോൾ 35 years, 30 to 35, ഓക്കെ, ആൻഡ് യു ആർ പ്ലാനിങ് പ്രഗ്നൻസി ഓൺലി ആഫ്റ്റർ 35 ഓർ സേ ആഫ്റ്റർ 40 ഓൾസോ. ആ സമയത്ത് വേണം നമുക്ക് ഈ എഗ് ഫ്രീസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇഫ് യു ആർ റിയലി വാണ്ട് ടു ഹാവ് എ ഹെൽത്തി പ്രഗ്നൻസി ബട്ട് 35 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഓക്കെ, ഇല്ല 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദെൻ യു ഗോ ഫോർ എഗ് ഫ്രീസിങ്. എഗ് ഫ്രീസിങ് ഏറ്റവും നല്ലത്, ഇപ്പം നമ്മൾ പറയുമല്ലോ പ്രസവിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രായം ഈ 20s, ഏർലി 20s ഒക്കെയാണെന്ന്. അപ്പോൾ എഗ് ഫ്രീസ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, അതായത് വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പേടിയാണ് നാളെ എന്തെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എഗ് ഫ്രീസ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഏത് പ്രായത്തിലാണ് നമുക്ക് എഗ് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നത്? ചെറിയ പ്രായം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി. ഓക്കെ, ഇഫ് സപ്പോസ് ഞാനൊരു 20 വയ്ക്കാം, ബട്ട് ഐ ഹാവ് സം ക്യാൻസർ, സോ ഐ എം ഗോയിങ് ഫോർ എ കീമോതെറപ്പി ഓർ എ സർജറി. ഓക്കെ, അതിൽ എൻ്റെ ഓവറിയിലുള്ള എഗ്സിനെ അത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള സ്ഥിതിക്ക്, ഓക്കെ, ദെൻ യു ക്യാൻ ഗോ ഫോർ എ എഗ് ഫ്രീസിങ് ഈവൻ അറ്റ് എ വെരി സ്മോളർ ഏജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും, ബിക്കോസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എഗ്സ് ആഫ്റ്റർ ദാറ്റ്. ആ കീമോതെറപ്പി, റേഡിയോതെറപ്പി എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ദ ഓവറീസ് ക്യാൻ ഗെറ്റ് ഡാമേജ്ഡ്. അങ്ങനെയുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ ദെൻ യു ക്യാൻ ഗോ, ഈവൻ ഇഫ് യു ആർ 18, 19 ഓൾസോ യു ക്യാൻ ഗോ ഫോർ എ egg freezing. But if you are married, okay, and then you want to postpone your pregnancy, അപ്പോൾ നമുക്ക് 35ൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഫ്രീസ് ചെയ്യാം. So there is no age cut off as such for egg freezing. It depends on your history. Okay, why you are going to freeze the eggs. Okay, why you are going to freeze the eggs ന് പല കാരണങ്ങളുണ്ട്. It is not only career or financial, അങ്ങനെയല്ല. Okay, there is some diseases where you have to freeze the egg before. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു ആക്ച്വലി. ദേ ഗോ ഫോർ കീമോതെറപ്പി, ദേ ഗോ ഫോർ റേഡിയോതെറപ്പി, എന്നിട്ട് നമ്മൾ പ്രഗ്നൻസി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ പേഷ്യൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് നൗ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എവ്രിബഡി ഈസ് ലൈക്ക് നോളേജ്. അപ്പോൾ അവർക്ക് ആ ഒരു എഗ് ഫ്രീസിങ്ങിനെ കുറിച്ച് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈവൻ ഡോക്ടേഴ്സ് ഈ ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടൊന്ന് എഗ് ഫ്രീസിങ് ചെയ്തോ, സ്പേം ഫ്രീസിങ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ എഗ് ഫ്രീസിങ് പ്രൊസീജിയർ എങ്ങനെയാണ്? കാരണം ഇപ്പോൾ IVF ഒക്കെ വരുമ്പോൾ പല തവണ നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എഗ്സ് എടുക്കേണ്ട ഓരോ തവണയും വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ എഗ് ഫ്രീസിങ് ചെയ്യാന്ന് പറയുമ്പോൾ എത്ര തവണ ചെയ്യണം, എത്ര എഗ്സ് നമ്മൾ ഫ്രീസ് ചെയ്യും, അതൊക്കെ എങ്ങനെയാണ്? എത്ര തവണ ചെയ്യണം എന്നുള്ളത് എത്ര എഗ്സ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ, ഇഫ് ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ് യു ആർ ഗെറ്റിംഗ് ഗുഡ് നമ്പർ ഓഫ് എഗ്സ്, ദെൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, സപ്പോസ് നമ്മൾ ഇഞ്ചെക്ഷൻസ് തരും, ഓക്കെ, എഗ്ഗ് കൂടുതലായിട്ട് വളരാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഫ്രോം ദ ഡേ 2 ഓഫ് പീരിയഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വി കീപ് മോണിറ്ററിങ് ഹൗ ദ എഗ് ഇസ് ഗ്രോയിങ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10th to 14th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു അനസ്തീസിയ കൊടുത്തിട്ട് വി ടേക്ക് ഔട്ട് ദ എഗ്സ്. ഓക്കെ, ദാറ്റ് ഇസ് വജൈനലി. ഓക്കെ, വജൈനലി നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ഈ എഗ്സ് കളക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് നമ്പർ, സേ 10 or 20 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ 1 is enough. ഓക്കെ, നോ നീഡ് ടു ഗോ ഫോർ അഗെയിൻ 1 more stimulation, അങ്ങനെ ആവശ്യം വരില്ല. ലോ AMH ഉള്ള പേഷ്യൻസിന് വി ആർ ഗോയിങ് ടു ഗെറ്റ് 1 or 2. അങ്ങനെയുള്ളവർക്ക് വി ക്യാൻ അഗെയിൻ ഗോ ഫോർ എ സ്റ്റിമുലേഷൻ ആൻഡ് കളക്ട് ഹൗ മെനി എവർ എഗ്സ്, എത്ര വേണം അവർക്ക് എന്ന് വെച്ചിട്ട് നമുക്കൊരു 10 അങ്ങനെയൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാം. ബട്ട് റിപ്പീറ്റഡ് സൈക്കിൾസ് വേണ്ടി വരും. മാക്സിമം നമുക്കൊരു 5 cycles വരെ ചെയ്യാം വിത്ത് എ ഗുഡ് ഗ്യാപ്പ്. അപ്പം എത്ര കാലം വരെ ഈ എഗ്ഗ് നമുക്ക് ഫ്രോസൺ ആക്കി വെക്കാം? ജസ്റ്റ് ലൈക്ക് ഫോർ എവർ? യെസ്. ഇനി ഇപ്പോൾ IVF-ൽ ഇവിടെ 5 days ആണോ പുറത്ത്? അതിനൊരു ടൈം പീരീഡ് ഉണ്ടോ? ലൈക്ക് എഗ് ആൻഡ് സ്പേം അത് വന്നിട്ട് അതിൻ്റെ വളർച്ച, ആ പ്രോസസ്സ് എങ്ങനെയാണ്? പ്രോസസ്സ് ഇന്നാണ്, ഇപ്പം സ്റ്റിമുലേഷൻസ് എല്ലാം കഴിഞ്ഞു, ഈ സ്റ്റിമുലേഷൻസ് എല്ലാം കഴിഞ്ഞ് സപ്പോസ് ഇന്നാണ് എഗ് എടുക്കുന്ന ദിവസം, ഓവം പിക്കപ്പ് എന്ന് പറയാം, അല്ലെ എഗ് പിക്കപ്പ്. അപ്പോൾ ഇന്ന് എടുക്കുന്ന ദിവസം ഈ നേരത്തെ പറഞ്ഞ പോലെ അനസ്തേഷ്യ കൊടുത്തിട്ട് ഒരു സൈഡിൽ ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും, നെക്സ്റ്റ് ടു ദാറ്റ് IVF ലാബ് ആയിരിക്കും. അപ്പം ഗൈനക്കോളജിസ്റ്റ് അവിടെ നിന്ന്
എഗ്ഗ് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന മുതലാണ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ എഗ്ഗിന് നമ്മളിപ്പം IVF-ൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ICSI എന്ന് പറയും, ഇൻട്രസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ഒരു സ്പേമിനെ ഒരു എഗ്ഗിനകത്തേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ എഗ്ഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ എഗ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് അതർ സെൽസ് അറൗണ്ട്. അപ്പോൾ ആ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 to 3 hours കഴിയുമ്പോൾ നമ്മൾ ആ ചുറ്റിലുള്ള സെൽസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. സോ ഇതൊക്കെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലാണ് കേട്ടോ, ഇതൊന്നും നേരെ കാണാൻ പറ്റില്ല. കേൾക്കുമ്പോൾ തോന്നുന്നു വലിയ സാധനങ്ങളൊക്കെ. ഇത് ജസ്റ്റ് എഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 120 മൈക്രോൺസ് ആണ് അതിന്റെ സൈസ്. വളരെ വളരെ ചെറുതാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഈ ICSI പ്രൊസീജിയർ ചെയ്യുമ്പം അതിനെ നമ്മൾ 200x കൂടുതലായി 200 ടൈംസ് അതിന്റെ ബിഗർ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി കാണുന്നത്, അതിന്റെ ആക്ച്വൽ സൈസിന്റെ. എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എഗ്ഗിനെടുത്ത് ഒരു 2-3 hours കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ആ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ സെൽസ് ആക്ച്വലി അത് മെച്യൂർ ആണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ആ എഗ്ഗ് മെച്യൂർ ആയ എഗ്ഗ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ICSI ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചില ക്രൈറ്റീരിയ ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. എന്നിട്ട് നമ്മൾ അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡ് സ്പേം കളക്ട് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ലബോറട്ടറി ഉണ്ട്. അപ്പോൾ അവിടെ സെമൻ കളക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, സെമൻ പ്രിപ്പറേഷൻ, സ്പേം പ്രിപ്പറേഷൻ. അതിൽ നല്ല ഗുഡ് മോഡൽ സ്പേം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കേസിലും ഗുഡ് മോഡൽ സ്പേം ഉണ്ടായിക്കോണമെന്നില്ല. ചിലർക്ക് വളരെ കുറവായിരിക്കും, കൗണ്ട് മോട്ടിലിറ്റി ഒക്കെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് ICSI ചെയ്യുന്നതിന് ഒരു ലൈവ് സ്പേം മാത്രം മതി. അപ്പം ആ സ്പേമും നമ്മളെ ലാബിലേക്ക് എത്തും, IVF ലാബിലേക്ക് എത്തും. എന്നിട്ട് ഒരു 2-3 hours ശേഷം നമ്മൾ ICSI എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്മോൾ പെട്രി ഡിഷസ് പോലെയുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക കൾച്ചർ മീഡിയ ഒക്കെ ഉണ്ട്, സൊല്യൂഷൻസ് ആണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവായ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് നമ്മുടെ ശരിക്കുള്ള സ്കിൽ വേണ്ട ഈ ICSI എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അപ്പോൾ അത് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കുറച്ച് ജോയ്സ്റ്റിക്കും മൈക്രോ മാനിപ്പുലേറ്റർ എന്ന് പറയും, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ വളരെ അതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഭാഗം. അപ്പോൾ ഒരു എഗ്ഗിനെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ സ്പേം ഇങ്ങനെ മൊട്ടയിലായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ നീഡിലിനകത്ത് നമ്മളതിനെ ആസ്പിറേറ്റ് ചെയ്തിട്ട് എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് സ്പേമിനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ നീഡിൽ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ആ എഗ്ഗിൻ്റെ ICSI കഴിഞ്ഞു. അങ്ങനെ എത്രയാണോ ആ പേഷ്യൻ്റിനുള്ളത് മെച്യൂറായ എഗ്ഗ് അതെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇൻക്യുബേറ്ററിലേക്ക് വെക്കും. ഇൻക്യുബേറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻക്യുബേറ്ററിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. നമ്മൾ ഒരിക്കലും ഇൻക്യുബേറ്ററിൻ്റെ പുറത്ത് കൂടുതൽ സമയം വെക്കുമ്പോൾ അത് പിന്നെ ഉണ്ടാവില്ല, പിന്നെ അതിന് വളരാൻ പറ്റില്ല, സ്ട്രെസ്സാണത്. എന്നിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ, അതായത് അറൗണ്ട് 18 to 20 hours ആവും, നമ്മൾ ഫെർട്ടിലൈസ് ആയാൽ നോക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ഓൺ day 1. പ്രൊസീജിയർ day 0 ആണ്. day 1 നമ്മളത് ഫെർട്ടിലൈസ് ആയാൽ നോക്കും. അത് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അത് വെച്ച് നോക്കും. അപ്പോൾ ഏതാണ് ഫെർട്ടിലൈസ് ആയത്, ചിലത് ഫെർട്ടിലൈസ് ആവും, ചിലതാവില്ല. ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 ആവും, ചിലപ്പോൾ ഒന്നും ആയില്ല എന്ന് വരും, വളരെ റെയർ ആയിട്ട്. മിക്കതും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളതിന്, അത് day 1 ആണ്. അപ്പോൾ day 1 കഴിഞ്ഞാൽ പിന്നെ day 2 സാധാരണയായി നമ്മളതിനെ ചെക്ക് ചെയ്യാറില്ല. നമ്മൾ day 3 അതിനെ വീണ്ടും എടുക്കും. അപ്പോഴാണ് അതൊരു 6 to 8 സെൽസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഏറ്റവും നമ്മളൊക്കെ ഉണ്ടായി വരുന്ന ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ഇപ്പോൾ 6 to 8 സെൽസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സെൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഗ്രേഡ് ചെയ്യും, grade 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി, അടുത്ത ക്വാളിറ്റി ഒക്കെ അങ്ങനെ ചെയ്യും. അപ്പം നമ്മളിവിടെ സാധാരണ കുറേ എഗ്ഗ് ഉണ്ട്, കുറേ എംബ്രിയോസ് ഉണ്ടെങ്കിൽ അവർക്കൊരു 3+3 ആയിട്ട് day 3 നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. പ്രൊവൈഡഡ് അവർക്ക് ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എങ്കിൽ, ഫ്രഷ് ആയിട്ടാണെങ്കിൽ 3 ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഈ 2 സെറ്റ് ഫ്രീസ് ചെയ്ത് വെക്കും. ഇപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയും സർപ്ലസ് എംബ്രിയോസ് ഉണ്ടെങ്കിൽ അത് day 5 വരെ വളർത്തും. ഇതിപ്പോൾ day 3 ആണ് നമ്മൾ, day 5 വരെ വളർത്തും. അപ്പോൾ അതിന് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് കമ്പയർ ടു ഈ day 3 എംബ്രിയോസിനേക്കാളും കമ്പയർ ടു അതിന് ചാൻസ് കൂടുതലാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം അതുവരെ വളരുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ day 3 സേവ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് day 5 വരെ വളർത്തും. അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുകയാണെങ്കിൽ അത് വീണ്ടും ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ അവർക്ക് കുറേ സെറ്റ് ഉണ്ടാവും വീണ്ടും ചെയ്യാൻ, ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ. സോ ആ day 5 വരെയാണ് നമ്മളുടെ ഒരു പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഫുൾ ടൈം നിന്നിട്ടുള്ള പണിയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇജാക്കുലേഷൻ നമുക്കിതിന് ഈ സ്പേമിനെ റിട്രീവ് ചെയ്യാനുള്ള വേ അതാണ്, അതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ നമുക്ക് സ്പേം കിട്ടും? ഇപ്പം ഇജാക്കുലേഷൻ
അപ്പോൾ ചിലർക്ക് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പേർമിയ എന്ന് പറയും. അതായത് അവർക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം സ്പേം പുറത്തേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ടീസ എന്ന് പറയും, ടെസ്റ്റിക്കുലർ സ്പേം ആസ്പിറേഷൻ. അപ്പോൾ അത് ടെസ്റ്റിക്കിൽ നിന്ന് ഡയറക്റ്റ് സ്പേമിനെ ഇങ്ങനെ കുത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അത് യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ആരെങ്കിലും ആണ് ചെയ്യുക. അത് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് നമ്മൾ ലാബിൽ നിന്ന് മൈക്രോസ്കോപ്പിന് അണ്ടറിലാണ് സ്പേം ഉണ്ടോ എന്ന് നമുക്കേ മനസ്സിലാവും. അപ്പോൾ അവരതെടുത്തിട്ട് നമുക്ക് തരും. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ മൈക്രോടീസ എന്ന് പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് നമ്മളിപ്പം കുറേ ചെയ്യുന്നുണ്ട്. മൈക്രോടീസ പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട് അതിനായിട്ട്. അപ്പോൾ അത് യൂറോളജിസ്റ്റ് ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് എവിടെയാണ് സ്പേം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ടെസ്റ്റിക്കുള്ള സെമിനിഫറസ് ട്യൂബുൾസ് എന്ന് പറഞ്ഞാൽ കുറേ ട്യൂബുകളൊക്കെ ഉണ്ട്, അതിനുള്ളിലാണ് സ്പേം ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്ക് മൈക്രോസ്കോപ്പ് വഴി നോക്കിയിട്ട് പെർട്ടിക്കുലർലി ആ ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്യും. അപ്പം ജാക്കുലേഷനിൽ കിട്ടിയില്ല അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ അതുപോലെ സ്റ്റെം സെൽസ്, ഇപ്പം എനിക്കൊക്കെ മോനുണ്ടായി കഴിഞ്ഞ ആ ഒരു സമയത്താണ് അതിനെക്കുറിച്ച് ഞാൻ വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ എല്ലാവരും സ്റ്റെം സെൽസ് സൂക്ഷിച്ച് വെക്കണം, ഭാവിയിൽ ട്രീറ്റ്മെൻറ്റ്സിനാണെങ്കിൽ നമുക്ക് സ്റ്റെം സെൽസ് എടുക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഇതെന്താണ്, ശരിക്കും സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? നമ്മൾ കോഡ് ബ്ലഡ് ജനിക്കുമ്പോൾ ബേബിയുടെ കോഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലിരുന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത്, കോഡ് ബ്ലഡ് സ്റ്റോറേജ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് കഴിഞ്ഞിട്ട് ആ ബേബിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഇപ്പോൾ നമുക്കുള്ളത് വളരെ റെയർ ആയിട്ടുള്ള അസുഖങ്ങളിലാണ് അത് യൂസ് ചെയ്യുന്നത്. ക്യാൻസേഴ്സ്, ബ്ലഡ് ക്യാൻസേഴ്സ്, അങ്ങനെയുള്ള അസുഖങ്ങൾ. ബട്ട് ദർ ഇസ് സോ മെനി റിസർച്ച് ദറ്റ് ഈവൻ ഫോർ ഡയബറ്റിസ്, അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഡിസീസിന് പോലും അത് യൂസ് ചെയ്യാം എന്നുള്ളത്. But it is like an insurance. Where you take it, you don't want to use it actually. Exactly, yeah. But if time comes, you can use it. അങ്ങനെയാണ്. ഇത് നമുക്ക് ഫിനാൻഷ്യലി ഇഫ് യു ആർ ഓക്കെ, ദെൻ യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ദിസ്. ബിക്കോസ് അതിലെ നമുക്കൊരു എമൗണ്ട് ഇടണം സ്റ്റോർ ചെയ്യാനായിട്ട്. ബട്ട് ഫിനാൻഷ്യലി ഇഫ് യു ആർ നോട്ട് ഓക്കെ ദെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു ഗോ അബൌട്ട് ഡൂയിങ് ഇറ്റ്. ബട്ട് ഫിനാൻഷ്യലി ഇഫ് യു ആർ സ്റ്റേബിൾ, അത് ഇപ്പോൾ ചെയ്താലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ദെൻ യു കനോട്ട് ഡു ഇറ്റ്. ചില സമയത്ത് നമുക്ക് ആ സെൽസ് എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്ന ബേബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ദർ ആർ പീപ്പിൾ ഹു ആർ ഗോയിങ് ഫോർ എ സെക്കൻഡ് പ്രഗ്നൻസി ബിക്കോസ് ദെയർ ഫസ്റ്റ് ബേബി നീഡ്സ് എ സ്റ്റെം സെൽ. അപ്പോൾ അവർ സെക്കൻഡ് ബേബി കൺസീവ് ചെയ്തിട്ട് അതിലിരുന്ന അവർ കോഡ് ബ്ലഡ് എടുത്തിട്ട് ഫസ്റ്റ് ബേബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് എ പോയിന്റ് വേർ യു ഹാവ് ടു ഡിസൈഡ്. If the decision is not made at that time, you cannot go back. It's just like insurance. You have to do it. You can do it, but you don't want to use it. But when time comes, you can use it. There is a backup. അപ്പോൾ ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അത് ബേബിക്ക് നെക്സ്റ്റ് ബേബിക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, നെക്സ്റ്റ് ബേബിക്ക് മാത്രമാണോ അതോ ദി മദർ ആൻഡ് ദി ഫാദർ യൂസ് ചെയ്യാം? യെസ്, ഇഫ് ഇറ്റ് ഇസ് കമ്പാറ്റബിൾ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ അതേഴ്സ് ഓൾസോ. ഇതിൽ നമുക്ക് പൂൾഡും ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റെം സെൽ സ്റ്റോറേജ് ചെയ്തിട്ടില്ല ആണെങ്കിൽ ദർ ആർ പൂൾഡ് ones, where you can use that also. But that is very difficult. ആ കമ്പാറ്റബിലിറ്റി കിട്ടാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് ഇഫ് it is your own, the compatibility will be little more high. അപ്പനും അമ്മയും കുഞ്ഞിൻ്റെ നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ കോമ്പാറ്റബിൾ, ആർക്ക് കൂടുതൽ കോമ്പാറ്റബിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ക്യാൻ എങ്ങനെ വേണമെങ്കിൽ വരാം. എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ഒരു രണ്ട് കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ കോമ്പാറ്റബിൾ ആയിരിക്കും, അങ്ങനെയുണ്ടോ? അങ്ങനെയും പറയാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത് നമ്മൾ കൺസീവ് ചെയ്ത് കുട്ടി ഉണ്ടായാലും it is not 100%, but still they want to try. They want to somehow save the baby. അങ്ങനെ വരുന്നവരുണ്ട്, ട്രീറ്റ്മെന്റിന് വരുന്നവരുണ്ട്. സോ ഐ വാണ്ട് എ സെക്കൻഡ് ബേബി ബിക്കോസ് മൈ ഫസ്റ്റ് ബേബി ഈസ് ഹാവിങ് ദിസ് പ്രോബ്ലം ആൻഡ് ദേ നീഡ് സ്റ്റെം സെൽ. അപ്പം ഞാനൊന്ന് കൺസീവ് ആയി ആ കോഡ് ബ്ലഡ് എടുത്താൽ ഐ ക്യാൻ സേവ് ദ ഫസ്റ്റ് ബേബി. ആൻഡ് സീ വെദർ ഇറ്റ് ഇസ് കമ്പാറ്റബിൾ. അങ്ങനെ വരുന്നവരുണ്ട്.